പ്രൊപ്പോസൽ തുടങ്ങി വിവാഹം വരെ സസ്പെൻസിന്റെ കാലമാണിത്. ഏറ്റവും ആഴമായി എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാം എന്നതിൽ തുടങ്ങി വൈറലാകാനും വരെ വിവിധ വെറൈറ്റി പരീക്ഷണങ്ങളുമുണ്ട്. അതിനാൽ തന്നെ വീഡിയോഗ്രാഫർ ക്ലിക്കാവുന്നതിനായി ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തി വരുന്നവരുമുണ്ട്. ഇത്തരത്തിൽ തന്റെ പ്രണയത്തിന്റെ ആഴം വെളിപ്പെടുത്താനായി ഒരു വെറൈറ്റി പരീക്ഷിക്കുവാൻ കടലിൽ മുങ്ങിയ ഒരു യുവാവിന്റെ കഥ നിങ്ങൾ കേൾക്കണം. ആ വാർത്തയിലേക്ക്. എനിക്ക് 1000 തവണ സമ്മതമാണ്. ഈ ഒരു വാക്കിനായിരുന്നു സ്റ്റീവ് കടലിലേക്ക് ഒരു പ്രൊപ്പോസലുമായി ചെന്നത്. അതുപോലെ തന്നെ തന്റെ ഭാര്യയാകുമോ എന്ന് ചോദിച്ച സ്റ്റീവിന്റെ ചോദ്യത്തിന് കെനേഷ കാത്തുവച്ച മറുപടിയും ഇത് തന്നെയായിരുന്നു. എന്നാൽ ആ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ സ്റ്റീവ് വിംബർ എന്ന അമേരിക്കക്കാരൻ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. ജീവിതകാലം മുഴുവൻ തന്റെ കൂടിനുണ്ടാകുമെന്ന കാമുകിയുടെ വാക്കുകൾ കേൾക്കാൻ പോലും കഴിയാതെ മുങ്ങി മരിക്കാനായിരുന്നു സ്റ്റീവിന്റെ വിധി. അവധി ആഘോഷിക്കുവാൻ ടാൻസാനിയയിലെ ചേമ്പ ദ്വീപിലെത്തിയതായിരുന്നു സ്റ്റീവനും കെനേഷ ആന്റോണിയും. മാൻഡ റിസോർട്ടിൽ ജലത്തിനടിയിലെ മുറിയോട് കൂടിയ ക്യാബിനിൽ തങ്ങുകയായിരുന്നു ഇരുവരും. അവധിക്കിടെ തന്റെ ജീവിതത്തിലേക്ക് കെനേഷയെ ക്ഷണിക്കുവാൻ സ്റ്റീവ് തീരുമാനിക്കുകയായിരുന്നു. കെനേഷയോട് വിവാഹാഭ്യർത്ഥന നടത്തുവാൻ വെള്ളത്തിനടിയിലേക്ക് സ്റ്റീവ് നീന്തി. സ്റ്റീവിന്റെ വിവാഹാഭ്യർത്ഥന കെനേഷ് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. നിന്നിൽ എനിക്ക് പ്രിയമായ കാര്യങ്ങൾ മുഴുവനും പറയാനുള്ള നേരമത്രയും എനിക്ക് വെള്ളത്തിനടിയിൽ തുടരാനാവില്ല. ഓരോ ദിവസവും എനിക്ക് നിന്നോടുള്ള പ്രണയം ഇരട്ടിയാവുന്നു. ചോദിക്കട്ടെ, നിനക്കെന്റെ ഭാര്യയാകുവാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു കുറിപ്പെഴുതി നനയാത്ത വിധത്തിൽ കവറിലാക്കി സ്റ്റീവ് കെനേഷയ്ക്ക് വായിക്കുവാനായി കാണിക്കുന്നത് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. അതിനുശേഷം പോക്കറ്റിൽ നിന്ന് ഒരു മോതിരമെടുത്ത് അവർക്ക് നേരെ നീട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് സ്റ്റീവൻ നീന്തിപ്പോകുന്നതാണ് വീഡിയോയിൽ കാണാനാവുക. അടുത്ത ജന്മത്തിൽ നാം കണ്ടുമുട്ടും, നാം വിവാഹിതരാകുകയും ചെയ്യും. പ്രതീക്ഷ ഉണർത്തുന്ന വാക്കുകൾ നിറച്ച സ്റ്റീവിന്റെ വീഡിയോയും ചിത്രങ്ങളും ഫേസ്ബുക്കിലൂടെ കെനേഷ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. തന്റെ നഷ്ടപ്രണയത്തെ അടയാളപ്പെടുത്തുകയാണ് ഇവർ ഇതുവഴി ചെയ്തിരിക്കുന്നത്. 26 ലക്ഷത്തിലധികം പേർ കെനേഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഇതുവരെ പ്രതികരിച്ചു കഴിഞ്ഞു. സ്റ്റീവിന്റെ അവസാന വീഡിയോ 20 ലക്ഷത്തിലധികം പേർ കണ്ടു കഴിയുകയും ചെയ്തു. ഈ വാർത്ത ഇവരുടെ ഞെട്ടിക്കുന്ന കഥയാണ് പുറത്തു കൊണ്ടുവരുന്നത്. മാത്രമല്ല അത് ഇത്തരത്തിൽ സാഹസികം കാണിക്കുന്ന പുതിയ തലമുറ, പ്രത്യേകിച്ച് പുതിയ യുവാക്കളോടുള്ള ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.